തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണം. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നതായി കേരളത്തിൽ നിന്നുള്ള എംപിമാർ പറഞ്ഞു. ആരോപണം തള്ളി എയർ ഇന്ത്യയും രംഗത്തെത്തി. അതേസമയം സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. 160 യാത്രക്കാരുമായി തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരുൾപ്പെടെ 5 എംപിമാർ ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, K രാധാകൃഷ്ണൻ, തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നുള്ള റോബർട്ട് ബ്രൂസ് എന്നീ എംപിമാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ചെന്നൈയിൽ 2 തവണ വിമാനം നിലത്തിറക്കാൻ ശ്രമിച്ചു. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നതിനാൽ ആദ്യ ശ്രമം പാളി. അരമണിക്കൂർ ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ പറന്ന ശേഷമാണ് ലാൻഡ് ചെയ്യാനായതെന്നാണ് എംപിമാരുടെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെ എയർ ഇന്ത്യ തള്ളിയിട്ടുണ്ട്. സംഭവിച്ചത് ഗോ അറൗണ്ട് ആണെന്നാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം. ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനു ശേഷം യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലെത്തിച്ചു. യാത്രക്കാരും വിമാന അധികൃതരും സുഖമായിരിക്കുന്നുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. അതേസമയം അന്വേഷണം വേണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.